ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരം അതുമല്ല, വീട്ടിലോട്ടല്ല പോകുന്നത്, അമ്മച്ചിരങ്ങാണ് പോകുന്നത്. അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയും പിള്ളേരൊക്കെ തന്നെ രാവിലെ തന്നെ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങോട്ടാണ് പോകുന്നത്. ചേട്ടായുടെ ഫ്രണ്ടാണ് കൊണ്ടുവിട്ടത്. ചേട്ടായി വന്നില്ല, അതുകൊണ്ട് ഞാൻ പാതിക്കിറങ്ങി നടന്നു പോവാണ്. അവനെന്നെ വീട് വരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ കേട്ടോ, പക്ഷേ ഞാൻ നടന്നു പോകുന്ന. അപ്പോൾ എന്തായാലും എനിക്കൊരു വീഡിയോ കൂടെ എടുക്കാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇങ്ങനെ മഴ ആയതുകൊണ്ട് മഴയൊക്കെ പെയ്ത് വഴി കൂടെ എല്ലാം വെള്ളമാണ്. കണ്ട് ഇതാണ് വീട്, ഞങ്ങളുടെ വീട്. രണ്ടാം പൊക്കത്ത് കാണുന്നതാണ്. പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. ഇന്ന് പാർലറിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. എന്തായാലും പ്രാർത്ഥനയുടെ ബാക്കി വല്ലതൊക്കെ കാണുമായിരിക്കും. നമുക്ക് ആദ്യം പോയി അതൊക്കെ കഴിക്കാം. എന്തായാലും വേണ്ട, അടച്ചിട്ടേക്കും, അവിടെ ആരും ഇല്ല. എൻ്റെ ദൈവമേ, അകത്തായിരിക്കും. അകത്തുണ്ട് ഫ്രണ്ട്സ്, എല്ലാവരും പ്രാർത്ഥനക്കാരെല്ലാം പോയി. എൻ്റെ വാല് പിള്ളേരും ഇവിടുത്തെ വാല് പിള്ളേരും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളം തന്നെയുണ്ട് ഫ്രണ്ട്സ്. ഞാൻ വന്നതേ എനിക്ക് ഇവിടുന്ന് കാപ്പിയും പിന്നെ ഉഴുന്നുവടയായിരുന്നു, അതൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഭക്ഷണം കണ്ട് ആക്രാന്തത്തിലൊക്കെ വരുത്തുന്നു. പിന്നെ അവൻ വരുന്നത്, അവനെ ഫോൺ കിട്ടാത്തത് കൊണ്ട് പുള്ളി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഫോൺ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ചേച്ചി, പുള്ളിക്കാർ വെളിയിലായിരുന്നു, വെളിയിൽ നിന്ന് കൂട്ടിയിട്ടേക്ക് വരുന്നു. ഞാൻ തുറന്നകത്ത് കയറിയതാണ്. കുഞ്ഞിക്ക് എന്നെ കണ്ടപ്പോൾ എന്നെ നിർത്തില്ല, അവന് ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. അവന് സാധാരണ അവൻ അനക്കവേ ഇല്ലാത്ത, ഞാൻ വരുമ്പോഴൊക്കെ ചിരിക്കുമൊന്നും ഇല്ല, പുള്ളി ഇങ്ങനെ ഒരു വിഷമ ശോകത്തിലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഭയങ്കര കമ്പനിയായിട്ട് എൻ്റെ കരട്. അപ്പോൾ അമ്മമാർ രണ്ടുപേരും ഏറെക്കുറെ ഒരുപോലെ ആട്ടോ ഇരിക്കുന്നത്, ചെറുതുകൾ രണ്ടും. ഒന്ന് വലുതും ഒന്ന് ചെറുതും വന്നേ ഉള്ളൂ, അത് ആ ഏജിൻ്റെ വ്യത്യാസം വന്നതുകൊണ്ട്. അല്ലാതെ രണ്ടുപേരും ഒരുപോലെ. പിന്നെ ഞാനും പോലും ഒരു ഫോൺ കിട്ടി ഫ്രണ്ട്സ്. രണ്ടുപേരും ഓരോ ഫോൺ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫോൺ അങ്ങനെ കൊടുക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഫോൺ അധികം കൊടുക്കല്ല, ഫോൺ കൊടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതിനകത്ത് ഫോണുണ്ട്, അയ്യോ എന്താ ചെയ്യുന്നത്, സാരമില്ല. പിന്നെ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണൊക്കെ മേടിച്ചിട്ട് രണ്ടിനെയും കളിക്കാൻ പറഞ്ഞ് ഷേപ്പറക്കി വിടുന്നുണ്ടെന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. എന്തായാലും പിള്ളേരെല്ലാം ഫോണൊക്കെ കൊണ്ടുവച്ച് കളിക്കാൻ തുടങ്ങി. ഒരാൾ അടി കയറിയിരുന്ന് കളിക്കുന്നു, ഒരാൾ മേലിരുന്ന് വീടുണ്ടാക്കുന്നു, ഒരാളെ ഭിത്തി തേച്ച് തേപ്പാന്ന് തോന്നുന്നു, മേസ്തിരി പണി എങ്ങാണ്ട് പണിയാണ്. അങ്ങനെ 3 പേരും നല്ല കളിയാണ് കേട്ടോ. അത് വീഡിയോ എടുക്കാനാണ് ഡാനി വന്ന് പറയുന്നത്. പിന്നെ എബി കണ്ടോ, അവൻ്റെ സ്ലേറ്റ്, ഡേവിഡിൻ്റെ സ്ലേറ്റും കൊണ്ടാണ് പണി. ഡേവിഡ് ഡാനിയും കൂടെ നല്ല കളിയായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഹാപ്പി, 4 പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ വന്നു. പിന്നെ അച്ചാച്ചനും ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്, ഞങ്ങൾ നേരത്തെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ അച്ചാച്ചനും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അച്ചാച്ചൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരുന്നു. ചേട്ടായി വീട്ടിലോട്ട് വന്നോളും. അപ്പോൾ ഞങ്ങളെല്ലാവരും പോന്നു അവിടെ നിന്ന്. പിന്നെ എൻ്റെ വാവകൾ രണ്ടും, എൻ്റെ വാവകൾ രണ്ടുപേരും ഉറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്ന് രണ്ടുപേരൊക്കെ എടുത്ത് കട്ടിലേക്ക് കിടത്തി. ഞാൻ പിന്നെ ഉറങ്ങാൻ പോകും. ഞാൻ ഫ്രഷ് ആയിട്ട് വേണം കിടക്കാൻ. ചേട്ടായി ഇപ്പോൾ വരും, എന്നിട്ട് വേണം കിടക്കാൻ. എൻ്റെ കയ്യിൽ ഡൈ പറ്റിയതാണ്, ഗ്ലൗസ് പൊട്ടി അകത്ത് കയറിയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ബൈ.